In this video, we will discuss about basic functions in MS Excel. Microsoft Excel use ചെയ്യുന്ന വളരെ ബേസിക് ആയ കുറച്ച് ഫങ്ഷൻസ് പരിചയപ്പെടാം. മാക്സ്, അതുപോലെ മിൻ, സം, ആവറേജ്, മീഡിയൻ, മോഡ്, കൗണ്ട്, ടുഡേ, ഇഫ്. ഇത്രയും ഫങ്ഷൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, മാക്സിമം നമ്പർ ഒരു സെല്ലിൽ ഇതുപോലെയുള്ള കംപ്ലീറ്റ് സെല്ലിലെ മാക്സിമം നമ്പർ ഏതാണോ അത് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. മിനിമം വാല്യൂ ഏതാണോ ആ വാല്യൂ പ്രിന്റ് ചെയ്യും. ഒരു സെല്ലില് റോ വൈസും ആകാം കോളം വൈസും ആകാം. അതുപോലെ സം എന്നുള്ള ഫംഗ്ഷൻ സം കാണാം, കാൽക്കുലേറ്റ് ചെയ്യും. സം കാൽക്കുലേറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് കോളം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്. ആവറേജ് ഓഫ് ദ നമ്പേഴ്സ്, കുറെ നമ്പേഴ്സ് എൻ്റർ ചെയ്തിട്ട് അതിന്റെ ആവറേജ് കാണാനുള്ള ഒരു പ്രോഗ്രാം. അതുപോലെ മീഡിയൻ സ്റ്റാറ്റിസ്റ്റിക്സ് എലമെന്റ്സ് ആണ് മീഡിയൻ. മോഡ്, ആവറേജ് എന്ന് പറയാണ്ട് ഏവറേജ്, മീൻ, മീഡിയൻ, മോഡ്. ഈ മീൻ എന്നുള്ളൊരു വേറൊരു ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, മീൻ കാണാം, അതുപോലെ ആവറേജ്, രണ്ടും സെയിം തന്നെയാണ്. ആവറേജ്, അതുപോലെ മീൻ, മീഡിയൻ, മോഡ്, കൗണ്ട്. എത്ര റോസ്, എത്ര എണ്ണം ഉണ്ട്, ഐറ്റംസ്, നമ്പർ ഓഫ് ഐറ്റംസ് എന്നുള്ള കൺസെപ്റ്റ് ആണ് മോഡ് എന്ന് പറയുന്നത്, കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടുഡേ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കറന്റ് ഡേറ്റ് അല്ലെങ്കിൽ കറന്റ് ടൈം. ദെൻ ആ ഒരു കൺസെപ്റ്റ് ടുഡേ, മന്ത്, ഇയർ ഇതെല്ലാം പ്രിന്റ് ചെയ്യിപ്പിക്കാം. കറന്റ്. ഇഫ് എന്നുള്ള ഒരു കൊറിയൻ ഇഫ് എന്നുള്ള കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യിപ്പിക്കാം, ഫാൾസ് ആകുമ്പോൾ വേറെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇഫ് എന്ന് വരുന്നത്. ഇഫിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടെ പറയാം കേട്ടോ, എങ്ങനെയാണ് ഇഫ് വരുന്നതെന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു എക്സൽ ഫയലിന്റെ ഒരു റഫ് വർക്ക് യൂസ് ചെയ്ത ടേബിൾ നോക്കാം. ടേബിള് എൻ്റർ ചെയ്തിട്ടുള്ള കുറച്ച് മാർക്സ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. നമ്പർ ഓഫ് അതിന്റെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് മാത്സ് കാണാം. മാത്സ് കാണാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു മാക്സിമം എന്നുള്ളൊരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത വാല്യൂസ് ആണ്, ഐറ്റംസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇക്വേഷൻ, അതുപോലെ ഇങ്ങനെ ഒരു ഫോമിൽ ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ മാക്സിമം എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം അവിടെ. മാക്സ് ഈക്വൽ ടു ഒരു സിമ്പിൾ ഈസ് ഈക്വൽ ടു മാക്സ് കണ്ടാ, അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരും. നമ്മൾ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും അവിടെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ വളരെ ബേസിക് ഫംഗ്ഷൻസ് ആണ് പഠിക്കുന്നത്. മാക്സ് എന്ന് പറഞ്ഞ ശേഷം ബ്രാക്കറ്റിൽ ഏത് നമ്പേഴ്സ് എൻ്റർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഈ 13, 18, ഈ 18 ഇതിന്റെ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പോകാം. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ വാല്യൂസ് ടൈപ്പ് ചെയ്തതുപോലെ 13 കോമ 18 കോമ ഇങ്ങനെ മൾട്ടിപ്ലൈ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഒരു പക്ഷെ. അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, റെഫറൻസ് ഉപയോഗിക്കാം. എക്സസ് ചെയ്യില്ല, എപ്പോഴും റെഫറൻസ് ഉപയോഗിക്കാണ് ബെറ്റർ. ഇതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു കോളം കംപ്ലീറ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, ശേഷം ഒന്ന് എൻ്റർ പ്രസ് ചെയ്താൽ മതി. മാക്സിമം വാല്യൂ 20, ഈ ഒരു കോളത്തിലെ മാക്സിമം വാല്യൂ 20 ആണ്. നെക്സ്റ്റ് നമുക്ക് കോളം വൈസിൽ റോ വൈസിൽ നോക്കാം. റോ വൈസിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇതുപോലെ മാക്സ് ഇസ് ഈക്വൽ ടു മാക്സ് ദെൻ ബ്രാക്കറ്റ്. ശേഷം ഇവിടെ ഈ ഒരു കോളം, ഈ ഒരു റോസ് നോക്കിയാൽ 18, 13, 10 മൂന്ന് വാല്യൂസ്. ദെൻ എൻ്റർ അടിച്ചുകൊണ്ട് അവിടെ 18 ആണ് മാക്സിമം വാല്യൂ. 18 വന്നിട്ട് മാക്സിമം വാല്യൂ. മാക്സ് ഓക്കെ. അതുപോലെ മിൻ നോക്കാം. മിൻ ആണ് കൺസെപ്റ്റ്. മിനിമം വാല്യൂ ഈസ് ഈക്വൽ ടു മിൻ ഓഫ് ബ്രാക്കറ്റ്. സ്മോൾ ലെറ്ററിൽ എഴുതാം, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം, നോ പ്രോബ്ലം. ബൈ ഡിഫോൾട്ട് ക്യാപിറ്റൽ ലെറ്ററിലാണ് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വരിക. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്മോൾ ലെറ്ററിൽ എൻ്റർ ചെയ്യാം, നോ പ്രോബ്ലം. കേസ് സെൻസിറ്റീവ് അല്ല, നോട്ട് കേസ് സെൻസിറ്റീവ്. മീൻ എന്ന് പറഞ്ഞ ശേഷം ഈ ഒരു കോളം, ഇതിലെ മിനിമം വാല്യൂ എത്ര നമുക്ക് കൗണ്ട് ചെയ്യാം. 11 ആണ് മിനിമം വാല്യൂ. ദിസ് വൺ 11 ആണ് മിനിമം വാല്യൂ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അതും റോ വൈസിൽ കിട്ടും, കോളം വൈസിലും കിട്ടും. ഈസ് ഈക്വൽ ടു min of this one. റോ വൈസിൽ 9 ആണ് മിനിമം വാല്യൂ. കണ്ടോ, ഈ ഒരു സെല്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. 9 ആണ് മിനിമം വാല്യൂ. സം കാണാം. ഓക്കെ, സം ഈസ് ഈക്വൽ ടു സം ഇൻ ബ്രാക്കറ്റ്. ഈ ഒരു സെല്ലിലെ സം കാണാം നമുക്ക്. ഓക്കെ, 136 ആണ് സം കിട്ടി. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻസ് ടൈപ്പ് ചെയ്തതിനു ശേഷം അതിന്റെ വാല്യൂ അറേഞ്ച് കൊടുത്താൽ കിട്ടും. ഇവിടെ നോക്കി ആവറേജ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻ ബ്രാക്കറ്റ് സെലക്ട് ചെയ്യുക. ഈ ഒരു സെല്ലിന്റെ നമുക്ക് ആവറേജ് വാല്യൂ കണ്ടെത്താം. 8.4 ആണ് ആവറേജ് വാല്യൂ. ആവറേജ് എങ്ങനെ കാണാൻ അറിയാലോ, ആവറേജ് ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്, അതാണ് ആവറേജ് എന്ന് പറഞ്ഞത്. ടോട്ടൽ ടോട്ടൽ സം എത്രയാണ് നോക്കിയിട്ട് അതിന്റെ നമ്പർ ഓഫ് ഐറ്റംസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്
average. Okay. Then median. Median ആണ് equation ഉണ്ടല്ലോ, ആ equation automatically ഇവിടെ apply ചെയ്യും. ഇപ്പൊ നേരത്തെ average കണ്ടപ്പോൾ equation sum divided by number of items. അതേ രൂപത്തിൽ medium കാണുമ്പോഴും same things എങ്ങനെ വരും? Median കാണാനുള്ള equation അവിടെ apply ചെയ്യും. That is equal to median. ഈ ഒരു സെല്ലിന്റെ median. Row wise കൊടുക്കട്ടോ, column wise മാത്രമല്ല row wise അവൈലബിൾ ആണ്. 8.5 ആണ് median കിട്ടുന്നത്. Average അതായത് mean. Average വേറൊരു meaning ആണ് mean എന്ന് പറയുന്നത്. Mean 8.4, median 8.5, then mode is equal to, that is equal to mode in bracket ഈ same cell നോക്കാം, mode 8. Okay, so ഇത് 8, 8.5, 8.4 ഈ രൂപത്തിലാണ് കണ്ടത്. നെക്സ്റ്റ് കൗണ്ട് നോക്കാം. കൗണ്ട് എത്ര എണ്ണമുണ്ട്, number of items എന്നാണ് കൗണ്ട്. It is equal to കൗണ്ട് ഈ ഒരു സെല്ല് കൗണ്ട് ചെയ്ത് നോക്കാം. 10 numbers ഉണ്ട് അല്ലേ, 10 values ഉള്ളത് നോക്കി. 1 2 3 4 5, that is 10 up to 10 values അവൈലബിൾ ആണ്. നെക്സ്റ്റ് if നമുക്കൊരു query ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ifന്റെ കൺസെപ്റ്റ് നോക്കാം. if എങ്ങനെ വരുന്നത് ഇതുണ്ടോ, if ഫംഗ്ഷൻ മേക്സ് എ ഡിസിഷൻ. if ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ അതുപോലെ if അത് ഫോർമാറ്റ് നോക്കി. if the condition, ആ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ വാട്ട് ടു ബി എന്ന കൺസെപ്റ്റ്. കാരണം if condition true ആകുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആ കണ്ടീഷൻ false ആണ് കേസിൽ ഈ ഒരു സെക്കൻഡ് കണ്ടീഷൻ വർക്ക് ചെയ്യും. So if the condition what to do if it is true, then what to do if the condition is false. So condition true ആണ് കേസിൽ ഈ സെക്കൻഡ് ആർഗ്യുമെന്റ് പാസ് ചെയ്യും, ഈ ഒരു വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. ഓക്കെ, then ആ വാല്യൂ false ആണ് കേസിൽ ആ ഒരു കണ്ടീഷൻ false ആകുമ്പോൾ ഈ ഒരു കേസും എക്സിക്യൂട്ട് ചെയ്യും. അല്ലേ? നോക്കിയേ, ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഈ ഒരു കണ്ടീഷൻ ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. നെക്സ്റ്റ് വരുന്ന ഒരു പോർഷൻ if C5, ഇത് അഡ്രസ് ആണ്, ഒരു സെൽ അഡ്രസ് ആണ് C5. ഇവിടെയുള്ള ഈ C5 ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ പാസ് എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കും. അതല്ലെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ അതല്ലെങ്കിൽ ലെസ് ദാൻ ആണ്. ലെസ് ദാൻ കേസ് വരികയാണെങ്കിൽ ആ ഫെയിൽ ആയിരിക്കും. സോ ഇതവിടെ പ്രിന്റ് ചെയ്ത് വരും. സോ ഇഫ് നമ്മൾ ഏത് സെല്ലിനെ വെച്ചിട്ടാണോ ഇത് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഈ വാല്യൂ ടൈപ്പ് ചെയ്യുന്നത്, ആ ടൈപ്പ് ചെയ്ത വാല്യൂ ആ ഒരു സെല്ലിൽ C5 വാല്യൂ 60 എബവ് ആണെങ്കിൽ, 60 or 60 എബവ് ആണെങ്കിൽ അവിടെ പാസ് എന്നായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. അതല്ലെങ്കിൽ ഫെയിൽ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ എൻട്രി ചെയ്യണം. ഞാൻ ഇവിടെ റിസൾട്ട് എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് എക്സ്ട്രാ ഒരു കോളം. ഈ റിസൾട്ട് കോളത്തിൽ ടോട്ടൽ ഈ 3 മാർക്സ് കൊണ്ട് ആഡ് ചെയ്തിട്ട് ഇവിടെ ടോട്ടൽ മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 45 ആണ് മാക്സിമം മാർക്ക് ടോട്ടൽ കിട്ടുന്നത്. അപ്പൊ അതിന് കിട്ടിയുള്ള സ്കോർ ആണ് 36, 40, 41 എക്സെട്ര എക്സെട്ര. ഓക്കെ, ഇതില് ഒരു വാല്യൂ ആ കണ്ടീഷൻ വെച്ച് നമുക്ക് റീഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റത്തെ കേസിൽ നോക്കാം. ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റ്, ഇഫ് is equal to, first equal to if, then bracket. ഇഫ് സ്റ്റേറ്റ്മെന്റിലെ ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അവിടെ ഉണ്ടല്ലോ അതിന്റെ സിന്റാക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലോജിക്കൽ ടെസ്റ്റ്. അപ്പൊ ടെസ്റ്റ് കണ്ടീഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ ഒരു കൺസെപ്റ്റ് കൊടുക്കാം, ഒരു 40 എബവ് 40 എന്നുള്ള കൺസെപ്ഷൻ കൊടുക്കാം. സോ 40 വാല്യൂ, ഇവിടെയുള്ള ഈ ഒരു കണ്ടന്റിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 40 ആണെങ്കിൽ കണ്ടീഷൻ. അപ്പൊ നമുക്കൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതായത് F3 ഗ്രേറ്റർ ദാൻ എന്നുള്ള കൺസെപ്റ്റ് ഒരു ബ്രാക്കറ്റ് ഇട്ടു. ഗ്രേറ്റർ ദാൻ 40, F3 ഗ്രേറ്റർ ദാൻ 40 ആ ഒരു കേസ് ആണെങ്കിൽ കോമ ഡബിൾ കോട്സിൽ നമുക്ക് എഴുതാം വെരി ഗുഡ്. അല്ലെങ്കിൽ ആ കണ്ടീഷൻ ഫാൾസ് ആണ് കേസിൽ ഗുഡ് ഡബിൾ കോട്സിൽ എൻട്രി ചെയ്യും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ 36 ആണ് വന്നിട്ടുള്ളത് അല്ലെ. അതുകൊണ്ട് എന്താ ഗുഡ് ആണ് പ്രിന്റ് ചെയ്ത് വന്നത്. നെക്സ്റ്റ് കോളത്തേക്ക് ഇത് എൻട്രി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഡ്രാഗ് ചെയ്തിട്ടാണ് അല്ലെ, ആ രൂപത്തിൽ വരും. അപ്പൊ 40 എബവ് ആകുമ്പോൾ വെരി ഗുഡ് വന്നു കണ്ടോ. 40 എബവ് വെരി ഗുഡ് വന്ന് ദെൻ
41 are very good. 40, 40 above it very good. But a good 36. Good 39. That's good. And below 40. So, in this case, click here. They would click the code formula code. If F5, F5 is the value, the value is F5. F5. Here value, you totally get a value in the value. This value less than 40 ആണെങ്കിൽ good print ചെയ്യും. Greater than 40 ആണെങ്കിൽ very good print ചെയ്യും. അപ്പോൾ greater than 40 ആണ് ഇവിടെ വന്നത്. ഞാൻ ഈ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഇവിടെ 41 ഉള്ളതോ ഇതിന്റെ വാല്യൂ അതായത് ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ 30 എന്നില്ലടുത്ത് ഞാൻ ജസ്റ്റ് 3 എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ 31 ആണ് കിട്ടി. അതോടുകൂടി എന്തായി വാല്യൂ ഗുഡായി മാറി. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും വാല്യൂസ്. ഏത് രൂപത്തിൽ നമുക്ക് ഈ വാല്യൂ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് കറന്റ് വാല്യൂ ചേഞ്ച് ചെയ്യാം. In this video, we will discuss about formula in MS Excel. Microsoft Excel use ചെയ്യുന്ന ഫോർമുലകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. Okay. A formula is an expression which calculates the value of a cell. സെല്ലിൽ ഉപയോഗിക്കുന്ന വാല്യൂ അതിന്റെ ഒരു എക്സ്പ്രഷൻസ് ആണ് ഫോർമുല എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ ബേസിക് ഫംഗ്ഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ബേസിക് ഫംഗ്ഷൻസ്. സോ ഈ ഫംഗ്ഷൻസിന്റെ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും ഒരു ഫോർമുല എന്ന് പറയുന്നത്. Functions are predefined formula. ഫോർമുലകളുടെ ഒരു predefined concept. അതാണ് നമുക്ക് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൾറെഡി അവൈലബിൾ ഇൻ എക്സൽ. എക്സൽ ഓൾറെഡി പറഞ്ഞുള്ള ഫംഗ്ഷൻസ് നമുക്കറിയാം. നമ്മൾ സം എന്ന് അടിക്കുമ്പോൾ യു എന്ന് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് സം വരും. ആവറേജ് എ വി എന്ന് അടിക്കുമ്പോൾ എ വി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും അവിടെ പ്രീഡിഫൈൻഡ് ആയിട്ട് ഷോ ചെയ്യും. അപ്പൊ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻസ് ഇത്തരം ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രീഡിഫൈൻഡ് ഫോർമുല ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ നോക്കാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഫോർമുല നോക്കി. A5 സ്റ്റാർ that is multiplication സ്റ്റാർ യൂസ് ചെയ്യുന്നത്. സ്റ്റാർ B2 ഡിവിഷൻ E1 then ഡിവിഷൻ 3. അപ്പൊ ഇത് ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ഫസ്റ്റ് ഡിവിഷൻ ഇവിടെ നടക്കും. F2 B2 എന്ന് പറഞ്ഞ സെല്ലിന് അഡ്രസ് ആണ്, സെൽ അഡ്രസ്. അപ്പൊ ഈ B2ലുള്ള വാല്യൂയോട് E1ലുള്ള വാല്യൂ ഡിവിഷൻ ഓപ്പറേഷൻ നടത്തും. അതിനുശേഷം ഇത് മൾട്ടിപ്ലിക്കേ ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ then ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഡിവൈഡ് ചെയ്യും ബൈ 3. സോ ഇതൊരു ഫോർമുലയാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ എലമെന്റ് അല്ല, മൾട്ടിപ്പിൾ എലമെന്റ് ഉപയോഗിച്ചിട്ട് ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്താണ്. സോ ഒരു ഫോർമുല, ബേസിക് ഫോർമുല. then വേറെ നോക്കി, ഒരു ഫംഗ്ഷൻ നോക്കി. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സം എന്നുള്ളൊരു ഫംഗ്ഷൻ. സം എന്നുള്ള ഫംഗ്ഷൻ മൾട്ടിപ്പിൾ വാല്യൂസ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഫോർമുല B3 മുതൽ G3 വരെയുള്ള കണ്ടന്റുകൾ തമ്മിൽ ഏത് ചെയ്തു, സം ചെയ്തു. എന്നിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതൊരു ഫംഗ്ഷൻ, ഇതൊരു ഫോർമുല. ഈ രണ്ട് ഡിഫറൻസ് നോക്കുക. നോർമൽ ഫംഗ്ഷൻ ആണ്, ദെൻ ഫോർമുല. സം എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ്. ഡിഫോൾട്ട് നമ്മുടെ ഈ ഒരു എക്സലുള്ള ഒരു ഫംഗ്ഷൻ ആണ് സം. ഇത് നോക്കി, ഇതുപോലെ ആവറേജ് എന്ന ഫംഗ്ഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആവറേജ് ആണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ആവറേജ് ക്രിയേറ്റ് ചെയ്യാം? ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള സം എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഈ സം എന്നുള്ള ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്, അതാണ് ആവറേജ് പറയുന്നത്. സോ ആവറേജ് ഈസ് എ ഫോർമുല. ഒരു ഫോർമുല ഡിഫൈൻ ചെയ്യുന്നത് സം ഓഫ് അതർ ഫംഗ്ഷൻസ്, മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് കൂടിയുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഫോർമുലയിൽ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഇവിടെ സം എന്ന് കാണാനുള്ള ഒരു ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് സം, ദാറ്റ് ഈസ് ഈക്വൽ ടു SUM ബ്രാക്കറ്റ്. ഞാൻ ഇതിന്റെ സം എടുക്കുക. ഈ ഒരു ഫസ്റ്റ് 10 ആണ്, മാക്സിമം 10. ഓക്കെ, എന്റർ സം. അതുപോലെ ആവറേജ് എങ്ങനെ കാണും? ബേസിക്കലി നമുക്ക് കാണേണ്ട വാല്യൂ ഈസ് ഈക്വൽ ടു, ഒരു സിമ്പിൾ ആയിട്ട് ഫംഗ്ഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഫോർമുല യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈസ് ഈക്വൽ ടു, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ്. ഈസ് ഈക്വൽ ടു സം ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ അല്ലെ, അത് ഈസ് സം. ഇവിടെ സം കിട്ടി. ഇതാണ് സം എന്നുള്ള വാല്യൂ. സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. ഈ നമ്പർ ഓഫ് ഐറ്റംസ് കാണാൻ നമുക്ക് ഓപ്ഷൻ എന്തുണ്ട്? കൗണ്ട് എന്നാണ് ഓപ്ഷൻ ഉണ്ട് അല്ലെ. കൗണ്ട് യൂസ് ചെയ്യാം. നേരത്തെ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ. ഈസ് കൗണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ട് ഓഫ് ഏതായിരുന്നു? കൗണ്ട് ഓഫ് ദിസ് മച്ച്. ആണ് ഇവിടെ ആവറേജ് വന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇട്ടു. സമ്മ് കിട്ടി. ഇവിടെ നമ്പർ ഓഫ് ഐറ്റം 10 ആയിരുന്നു. 10 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ 84 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 8.4. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് n. അത് ഓൾറെഡി നമുക്ക് എന്തായാലും ഒരു ഫോർമുലയാണ്, ആവറേജ് കാണാനുള്ള ഒരു ഫോർമുലയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫോർമുല സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇത് ഫംഗ്ഷൻസ് ആണ്, ബൈ ഡിഫോൾട്ട് ആയിട്ട് ആവറേജ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്.
നമുക്ക് നോക്കി ഇവിടെ ആവറേജ് റിസൾട്ട് ഒരു ഭാഗമുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കണം. ഈ റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നത് ഒരു ഫോർമുല നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. വെറുതെ ഒരു ഫോർമുല നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, is equal to this total. ഇത് മൂന്നും കൂടെ അതിന്റെ ടോട്ടൽ ആണ്. ടോട്ടൽ then പ്ലസ് ടോട്ടലിന്റെ വാല്യൂ പ്ലസ് ഫസ്റ്റത്തെ പേപ്പർ. ഇത് സയൻസിന് സബ്മിറ്റ് ആയിരിക്കും, സയൻസ് പേപ്പർ ആണ്. സോ സയൻസിന്റെ മാർക്സ് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് തന്നെ എൻട്രി. അപ്പൊ ടോട്ടൽ മാർക്ക് പ്ലസ് സയൻസിന്റെ മാർക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 49 കിട്ടി. ഇതേ രൂപത്തിൽ ബാക്കിയെല്ലാം കിട്ടും. ഈ അഡ്മിഷൻ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാറില്ലേ, ഏകദേശം ആ ഒരു ക്രൈറ്റീരിയ ആണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോർമുല തന്നെ. ഇങ്ങനെ ഒരു ഫോർമുല ബൈ ഡീഫോൾട്ട് നമ്മുടെ എക്സൽ ഷീറ്റിൽ ഇല്ല. എക്സലിലുള്ള ഫോർമുല ആണ് ആവറേജ്, മീഡിയൻ, എന്തൊക്കെ ഫോർമുല. ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഫംഗ്ഷൻസ് ആണ് ആവറേജ്. കാരണം മൾട്ടിപ്ലൈ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഫോർമുല ക്രിയേറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ആഡ് ചെയ്തിട്ടാണ് ഫോർമുല ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇതൊരു ക്രിയേറ്റ് ചെയ്ത ഒരു ഫോർമുല F3 പ്ലസ് C3, അതായത് ഈ ടോട്ടൽ മാർക്സ് പ്ലസ് സയൻസിന്റെ മാർക്ക്. അതാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത്. എല്ലാ കോളത്തും അതുപോലെ ഇവിടെ 43 ടോട്ടൽ മാർക്സ് പ്ലസ് 19 എന്നുള്ള കൺസെപ്റ്റ് ആണ് ഈ ഒരു ഐറ്റം ആണ് എവിടെ വരുന്നത്, സയൻസിന്റെ മാർക്ക്. രണ്ടും കൂടെ ആയിട്ട് ഇവിടെ ഇൻഡെക്സ് മാർക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊരു ഫോർമുല, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫോർമുല ആണ് ഇത്. അപ്പൊ ഇങ്ങനെ പല രൂപത്തിലുള്ള ഫോർമുല നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാ ഫോർമുല നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് ഞാൻ നമ്മൾ ഫോർമുല എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ?